Hi everyone, welcome to Island IAS Ignite Foundation Daily Newspaper Analysis. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 22 മൺഡേയിലെ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു എഡിറ്റോറിയലാണ് നോക്കുന്നത്. ജസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുട്ടികളുടെ ആ ഒരു പറ്റേണിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് DNA ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വന്നിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് അവിടെ നോക്കുന്നത്. പിന്നെ നമ്മളൊരു സയൻസ് ആർട്ടിക്കിൾ ആണ് നോക്കുന്നത്. അപ്പൊ അതിനകത്ത് ബയോചാറിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ് ബയോചാർ, അതുകൊണ്ടുള്ള പോസിറ്റീവ്സ് എന്തെല്ലാമാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ദെൻ രണ്ടാമത് നോക്കുന്നത് 3 ഡിസ്റ്റിങ്ക്ട് റോൾസ് ഓഫ് 3 ഷിപ്പ്. അതായത് നമ്മൾ പുതിയ 3 INS ഇന്ത്യൻ നേവി ഷിപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നോക്കുന്നത്. ഈ രണ്ട് ന്യൂസ് ആർട്ടിക്കിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രിലിംസിൽ ചോദിക്കാനായിട്ട് ചാൻസസ് കൂടുതലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഞാനതൊരു ഹൈ പ്രയോറിറ്റി ആയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പോയിന്റ്സുകൾ അല്ലെങ്കിൽ ആ ന്യൂസ് എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആൻഡ് പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗഡ്സ്. ഇപ്പൊ വെസ്റ്റേൺ ഗഡ്സിന്റെ നമ്മൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലാണ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ അതിനെക്കുറിച്ച് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഫ്രഞ്ച് സ്ലൊവേക്കിയ ഒക്കെ വിസിറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം അവിടുത്തെ ആ ഒരു പ്രസിഡൻസിനും പ്രൈം മിനിസ്റ്റേഴ്സിനും അവരുടെ സ്പൗസിനൊക്കെ കുറെ ഗിഫ്റ്റുകൾ കൊടുത്തു. അത് ഇന്ത്യൻ കൾച്ചറൽ എലമെന്റ് ഉള്ള അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറൽ ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് കൊടുത്തത്. അപ്പോൾ ഓരോന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ന്യൂസിൽ വന്നതുകൊണ്ട് തന്നെ അതും നമ്മൾ നോക്കണം. അപ്പൊ ഇന്നത്തെ ന്യൂസിലുള്ള ബയോചാറ്, അതുപോലെ തന്നെ 3 നേവൽ ഷിപ്പുകളെ കുറിച്ചും ഈ പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ ഗിഫ്റ്റുകളെ കുറിച്ചും എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റോറിയൽ ആണ്. ഇത് നമുക്ക് സിംപ്ലി പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. കാരണം നമ്മുടെ കുട്ടികളുടെ അവരുടെ ഒരു പറ്റേണിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് DNA ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് DNA ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയുടെ പ്രൈവസി റിലേറ്റഡ് കാര്യമായതുകൊണ്ട് തന്നെ ലാസ്റ്റ് റിസോർട്ടിൽ മാത്രമാണ് എന്താണ് DNA ടെസ്റ്റിംഗ് നടത്താൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ദർ ആർ സെർച്ച് ഫോർ ട്രൂത്ത് വിത്ത് ദ റൈറ്റ് ടു പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ റൈറ്റ് ടു പ്രൈവസിയും ഡിഗ്നിറ്റി മാനിച്ചത് കൊണ്ട് തന്നെ അത് DNA ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് മാത്രം ചെയ്യുക എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു കുട്ടിയുടെ ചൈൽഡ് പാറ്റേണിറ്റി ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്ന സമയത്ത് നോർമലി എന്താണ് DNA ടെസ്റ്റിംഗ് ചെയ്യാമെന്ന് എല്ലാവരും പറയും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പാറ്റേണിറ്റിനെ കുറിച്ചുള്ള ട്രൂത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ എന്താണ് ചൈൽഡിന്റെ വെൽഫെയർ, ലെജിറ്റിമസി കാര്യങ്ങളും ഒക്കെ ഇൻവോൾവ് ആവുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രൈവസിയും ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ കോർട്ടുകൾ അങ്ങനെ എല്ലാത്തിനും എന്താണ് DNA ടെസ്റ്റുകൾ അലൗ ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറെ ജഡ്ജ്മെന്റുകൾ പറയുന്നുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാം. അതായത് ഗൗതം കുദ്ദു 1993 ആ ഒരു കേസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു DNA ടെസ്റ്റ് എന്താണ് റുട്ടീനായിട്ട് ഓർഡർ ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു കാര്യങ്ങൾ പ്രൈമ ഫേസിയെ കേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രം കൊടുക്കുക എന്ന് പറയുന്നു. ദെൻ പിന്നെ വരുന്നത് ശ്രീ ബനാറസി ദാസ് 2005 വരുന്ന ഒരു കേസാണ്. കേസസ് ഒന്നും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ദെൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള സയന്റിഫിക് എവിഡൻസിനെ കുറിച്ചുള്ള ഗ്രേറ്റർ അക്സെപ്റ്റൻസ് വരുന്ന കേസ് എന്ന് പറയുന്നത് നന്ദലാൽ വസുദേവോ ബദൽവാക് 2014 വന്നിട്ടുള്ള ഒരു കേസാണ്. ആ ഒരു കേസാണ് വളരെ ഇതായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2014 തന്നെ ദിബാൻവിത്ത റോയ് കേസും വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് 2017 നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വരുന്നത്. അതായത് KS പുട്ടസ്വാമി കേസ്. അതാണ് നമ്മുടെ റൈറ്റ് ടു പ്രൈവസി എന്നുള്ള ആ ഒരു കേസ് വരുന്നത്. അതായത് റെക്കഗ്നൈസ്ഡ് റൈറ്റ് ടു പ്രൈവസി എന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് സുപ്രീം കോടതി കാണുന്നു. അണ്ടർ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയുന്നു. അപ്പൊ അതിനുശേഷമാണ് മേജർ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ജനറ്റിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പേഴ്സണൽ ഡാറ്റയാണ്. അപ്പൊ പേഴ്സണൽ ഡാറ്റ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, കാരണം നമ്മുടെ പ്രൈവസി റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് DNA ടെസ്റ്റ് അങ്ങനെ റാൻഡം ആയിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, റുട്ടീന്റെ ഭാഗമായിട്ടൊന്നും മാറ്റാനായിട്ട് പാടില്ല എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. ദെൻ നമ്മൾ 2003 അപർണ അജിങ്ക്യ ഫിറോഡിയ എന്ന് പറയുന്ന ആ ഒരു കേസ് വരുന്നുണ്ട്.
അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ DNA ടെസ്റ്റ് എന്താണ്, ഷുഡ് ബി ഓർഡർഡ് ഓൺലി വെൻ നെസസറി ആൻഡ് പ്രൊപ്പോർഷനേറ്റ്. അത്തരം കാര്യങ്ങളിൽ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. എവിഡൻസ് വെച്ചിട്ട് നമുക്കത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ആ എവിഡൻസ് വെച്ചിട്ട് സെറ്റിൽ ചെയ്യുക. DNA ടെസ്റ്റ് എന്താണ്, അവോയ്ഡ് ചെയ്യണമെന്നാണ് ആ ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. ഇത് 2025 വന്നിട്ടുള്ള ഇവാൻ രത്നം കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നൈദർ പ്രൈവസി നോർ നോളജ് ഈസ് അബ്സല്യൂട്ട് ആണ്. അതുകൊണ്ട് എന്താണ് കോർട്ടുകൾ പ്രൈവസി റൈറ്റ്, ചൈൽഡിന്റെ ഇൻട്രസ്റ്റ്, അതുപോലെ നീഡ് ഫോർ ജസ്റ്റിസ് ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴത്തെ 2026 ഈ ഒരു കേസിൽ പ്രകാരം കോർട്ട് അപ്ഹെൽഡ് DNA ടെസ്റ്റ്. DNA ടെസ്റ്റിന് എന്താണ്, കോർട്ട് അപ്ഹെൽഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇതിന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് എവിഡൻസ് തന്നെ ഇതിന് സഫീഷ്യന്റ് ആണ്. അപ്പോൾ ആ ഒരു പറ്റേണിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്രയും ക്യൂരിയസ് ആയിട്ടുള്ള കേസുകളിൽ മാത്രം എടുക്കാം. അല്ലാത്ത പ്രാവശ്യം ഈ പറയുന്ന DNA ടെസ്റ്റുകൾ ഒഴിവാക്കണം. അതൊരു കുട്ടിയുടെ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി സുപ്രീം കോർട്ട് ഹാസ് റൂൾഡ് ദാറ്റ് DNA ടെസ്റ്റ് ഇൻ paternity disputes are permissible only as a last resort when necessary for justice after balancing scientific truth, child welfare and constitutional right to privacy എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രമേ മതി. അത്ര വലിയ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതൊന്നുമല്ല, ബട്ട് ഒരു ജനറൽ അവയർനെസ്സിന് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ബയോചാറിന് റിലേറ്റഡ് വന്നിട്ടുള്ളതാണ്. അതായത് ബയോചാർ ഓഫേഴ്സ് എ വേ ടു ടേൺ ഇന്ത്യസ് ഫാം സ്മോക്ക് ഇൻ ടു ബ്ലാക്ക് ഗോൾഡ്. അതായത് നമ്മുടെ ഫാമില് സ്മോക്കിന് എന്താണ്, ആ ഒരു പുകയിനൊക്കെ ഒരു ബ്ലാക്ക് ഗോൾഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അത്രയും പവർഫുൾ ആണ് ബയോചാർ എന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് നോക്കാം. ബയോചാർ എന്ന് പറയുന്നത് ഒരു കാർബൺ റിച്ച് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ വേസ്റ്റ്, മുനിസിപ്പൽ വേസ്റ്റ് എന്നൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ബയോചാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റബിൾ ബേണിങ്ങിനും സോയിൽ ഡീഗ്രഡേഷനും ഒക്കെ കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ അഗ്രികൾച്ചറിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് സ്റ്റബിൾ ബേണിംഗ് ആണ്. ഇപ്പൊ ഡൽഹിയിലൊക്കെ എയർ പൊല്യൂഷന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്റ്റബിൾ ബേണിംഗ് ആണ്. നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട്. അതായത് കൃഷി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു റെസിഡ്യൂസ് ഉണ്ടല്ലോ, അതിനാണ് സ്റ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാടശേഖരത്തിന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നോർമലി ആ സ്റ്റബിൾസ് ഒക്കെ നമ്മൾ ബേൺ ചെയ്യും. അങ്ങനെ ആ റെസിഡ്യൂസ് ഒക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് എന്താ, ആ സമയത്ത് നല്ല രീതിയിൽ പുകയുണ്ടാവും, സ്മോക്ക് കാര്യങ്ങളും ഉണ്ടാവും, ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലീസ് ആവും. അത് അറ്റ്മോസ്ഫിയറിൽ എയർ പൊല്യൂഷനും അതുപോലെ തന്നെ പല ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസിനൊക്കെ കാരണം ആവുന്നു. മെയിൻലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ്, ഹരിയാന റീജിയൻസിലാണ് ഈ ഒരു ക്രോപ്പ് റെസിഡ്യൂസിനൊക്കെ ആഫ്റ്റർ ഹാർവസ്റ്റ് നമ്മൾ ബേൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 20 മില്യൺ ഓളം ടൺസ് ഓഫ് പാഡി സ്ട്രോസ് ആണ് കത്തിച്ച് കളയുന്നത്. അപ്പൊ ഈ കത്തിക്കുന്നത് വഴി ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും അറ്റ്മോസ്ഫിയറിൽ റിലീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആവുന്നുണ്ട്. ഇതെല്ലാം തന്നെ എന്താണ്, എയർ പൊല്യൂട്ടൻസ് ആണ്. അതുവഴി എന്താണ്, എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, ലോസ് ഓഫ് വാല്യുബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ടാവുന്നുണ്ട്, സോയിൽ ന്യൂട്രിയൻ ഡിപ്ലീഷൻ വരുന്നു, റെഡ്യൂസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ എന്താണ്, നമ്മൾ ബയോചാറാക്കി ഈ ഒരു റെസിഡ്യൂസിനെ, ഈ വേസ്റ്റിനെ ബയോചാറാക്കി മാറ്റി ബയോചാറിന് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ബയോചാർ എന്ന് നോക്കാം. ബയോചാർ ഈസ് മെയ്ഡ് ബൈ ഹീറ്റിംഗ് അഗ്രികൾച്ചർ വേസ്റ്റ് ഇൻ ലോ ഓക്സിജൻ കണ്ടീഷൻസ്. അതായത് നമ്മുടെ ഈ റെസിഡ്യൂസ് ഉണ്ടല്ലോ, വേസ്റ്റ് മെറ്റീരിയൽസിനെ ലോ ഓക്സിജനിൽ നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു കറുത്ത കരി പോലത്തെ ഒരു മെറ്റീരിയൽ ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ബയോചാർ എന്ന് പറയുന്നത്. ബയോചാർ എന്ന് പറയുന്ന ഒരു കാർബൺ റിച്ച് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് നമ്മുടെ ക്രോപ്പ് റെസിഡ്യൂസ്, ഓർഗാനിക് മാറ്റർ ഇൻ എ ലോ ഓക്സിജൻ എൻവയോൺമെന്റ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൈറോളിസിസ് എന്ന് പറയും. പൈറോളിസിസ് എന്നാണ് ഈ ഒരു പ്രോസസ്സിന് വിളിക്കുന്നത്. അതായത് ക്രോപ്പ് റെസിഡ്യൂവിനെ പൈറോളിസിസ് ചെയ്യും, അതായത് ലോ ഓക്സിജനിൽ നമ്മൾ ബേൺ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ബയോചാർ ആയിട്ട് നമുക്ക് മാറും. ഇൻസ്റ്റെഡ് ഓഫ് ബേണിംഗ് വേസ്റ്റ് ഇൻ ഓപ്പൺ ഫീൽഡ്, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ യൂസ്ഫുൾ സോയിൽ അമെൻമെന്റ്. നമ്മൾ എന്താണ്, ഈ ഒരു ഓപ്പൺ ഏരിയയിൽ കത്തിക്കാതെ നമ്മൾ ലോ ഓക്സിജൻ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കത്തിക്കുന്ന സമയത്ത് അതിനകത്ത് കാർബൺ എവിടെയും പുറത്തു പോകാതെ അതിനകത്ത് തന്നെ ലോക്ക് ചെയ്യും. അപ്പൊ കാർബൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബയോചാറിനെ നമ്മൾ നമ്മുടെ
ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് എന്ന് നോക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് നമ്മുടെ സോയിൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇംപ്രൂവ് സോയിൽ ഹെൽത്ത്. എങ്ങനെയാ സോയിൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നത്? അതായത് ബയോചാറിൽ എന്താണ് നല്ല രീതിയിലുള്ള കാർബൺ കണ്ടന്റ് ഉണ്ട്, ഓർഗാനിക് കാർബൺ ഉണ്ട്. അപ്പൊ അത് സോയിൽ ഓർഗാനിക് കാർബൺ ഇൻക്രീസ് ചെയ്യിക്കും നമ്മൾ ആ ഒരു ബയോചാറിന് സോയിലോട്ട് കൊടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ സോയിൽ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യിക്കും. അതുപോലെ തന്നെ ന്യൂട്രിയൻ റിട്ടൻഷന് ഇത് എൻഹാൻസ് ചെയ്യിക്കും. രണ്ടാമത്തെ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള വാട്ടർ ഡിറ്റൻഷൻ ആണ്. വാട്ടർ ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബയോചാറിന് വെള്ളം ഒഴുകി പോവാതെ അതിനെ പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് 10-25% വാട്ടർ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഈ ബയോചാറിന് ഉണ്ട്. പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ഡ്രോട്ട് പ്രോൺ റീജിയൻ. ഇപ്പൊ ഡ്രോട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ബയോചാർ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഈ ഒരു ബയോചാറിൽ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് അങ്ങനെ വെള്ളം അവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മൂന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോപ്പ് പ്രൊഡക്ടിവിറ്റീനെ ഇത് ബൂസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. എങ്ങനെയാ ബൂസ്റ്റ് ചെയ്യിക്കുന്നത്? കാരണം അതിനകത്ത് കാർബൺ കണ്ടന്റ് ആണല്ലോ. അതായത് ഓർഗാനിക് കാർബൺ കൂടുന്ന സമയത്ത് നമുക്ക് ക്രോപ്പിന്റെ ഈൽഡ് എന്താണ് 10-30% ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ന്യൂട്രിയന്റ് കുറവുള്ള സോയിൽസിലാണെങ്കിൽ 10-30% ന്യൂട്രിയന്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോയിൽ മൈക്രോബ്സ് ഉണ്ടല്ലോ, മൈക്രോ ഓർഗാനിസംസ്, അതിനെ എന്താണ് ഈ ബയോചാറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബയോചാറിൽ ഈ പറയുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോബ്സിന് ഒരു ഹാബിറ്റാറ്റ് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണ് ന്യൂട്രിയൻ സൈക്ലിംഗ് ഇംപ്രൂവ് ചെയ്യിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് പറയുന്നത്? ഇതിനെ നമ്മൾ ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്താണ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനും ഇത് നല്ലതാണ്. ഈ ഒരു ബയോചാർ എന്ന് പറയുന്നത് ഇത് ക്ലൈമറ്റ് ചേഞ്ച് ബെനിഫിറ്റുകൾ ഉണ്ട്. അതായത് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാർബൺ സീക്വസ്ട്രേഷൻ ആണ്. കാർബൺ സീക്വസ്ട്രേഷൻ എങ്ങനെയാ വരുന്നത്? അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യുന്ന മുമ്പ് സ്റ്റബിൾസ് ഒക്കെ ബേൺ ചെയ്യും. സ്റ്റബിൾസ് ബേൺ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്കാണ് ഈ കാർബൺ മെറ്റീരിയൽസ് ഒക്കെ പോകുന്നത്. പക്ഷെ നമ്മൾ ബയോചാർ ആക്കി മാറ്റുന്ന സമയത്ത് കാർബൺ അതിനകത്ത് എന്താണ് ലോക്കായി കിടക്കുകയാണ്. കാർബൺ ലോക്കായി കിടക്കുന്ന സമയത്ത് നമ്മളത് സോയിലിലേക്ക് ഇടുമ്പോൾ വർഷങ്ങളോളം ഡിക്കേഡുകളോളം ഈ കാർബണിനെ നമുക്ക് സോയിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് റിലീസിങ് കാർബൺ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ത്രൂ ബേണിംഗ്, കാർബൺ റിമെയിൻ സ്റ്റോർഡ് ഇൻ ദ സോയിൽ. നമ്മൾ ബയോചാർ ആക്കിയിട്ട് നമ്മൾ സോയിലോട്ട് ഉപയോഗിക്കുന്ന സമയത്ത്. സോ ദിസ് വിൽ ഹെൽപ്പ് റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. അതുപോലെ തന്നെ മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ചിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതൊന്ന് കാർബൺ സീക്വസ്ട്രേഷന് ബയോചാർ ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് രണ്ടാമത്തത് നമ്മുടെ കാർബൺ ക്രെഡിറ്റിനും സഹായിക്കുന്നുണ്ട്. കാർബൺ ക്രെഡിറ്റിന് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോചാർ പ്രൊജക്ട് ക്യാൻ ജനറേറ്റ് കാർബൺ ക്രെഡിറ്റ്. ബയോചാർ വെച്ചിട്ടുള്ള സ്ഥലങ്ങൾക്ക് എന്താണ് നമുക്ക് കാർബൺ ക്രെഡിറ്റും കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഫാർമേഴ്സിന് എന്താണ് അഡീഷണൽ ഇൻകം കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് ഈ ഒരു ബയോചാറിന്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇത് റിലേറ്റഡ് വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് VM0042 മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ ഒരു മെത്തഡോളജി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ക്വാണ്ടിഫൈ എമിഷൻ റിഡക്ഷൻ ഫ്രം ബയോചാർ പ്രൊജക്റ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് നമുക്ക് അത് ഗ്രീൻ ക്രെഡിറ്റിനും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാർബൺ ക്രെഡിറ്റിനും ബയോചാർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ വിചാരിക്കും അപ്പൊ നമ്മുടെ ഈ പറയുന്ന അർബൻ വേസ്റ്റ് മാത്രമാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അല്ല, അഗ്രികൾച്ചർ വേസ്റ്റ് മാത്രമാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ല, അർബൻ വേസ്റ്റിനെ നമുക്ക് ഇതേപോലെ ബയോചാറാക്കി മാറ്റാനായിട്ട് പറ്റും. അതായത് മുനിസിപ്പൽ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, സീവേജ്, സ്ലഡ്ജുകൾ, ക്രോപ്പ് റെസിഡ്യൂസ്, ഓർഗാനിക് അർബൻ വേസ്റ്റ് ഒക്കെ എന്താണ് നമുക്ക് ബയോചാറാക്കി മാറ്റാനൊക്കെ പറ്റും. അപ്പൊ ഇന്ത്യയിൽ എന്താണ് 62 മില്യൺ ടൺസ് ഓഫ് മുനിസിപ്പാലിറ്റി സോളിഡ് വേസ്റ്റ് ആണ് ആനുവലി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഹാഫ് എന്താണ് ബയോഡിഗ്രേഡബിൾ ആണ്. 62 മില്യൺ ടൺസ് ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, അതിനകത്തിന്റെ ഹാഫ് അതായത് ഒരു 31 മില്യണോളം ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ്. അപ്പൊ ഈ 31 മില്യൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനെ നമുക്ക് എന്താണ് ബയോചാർ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ അതൊരു സർക്കുലർ എക്കണോമി ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിനും മിറ്റിഗേഷനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കെനിയയില് ഇവരെന്താ ചെയ്തിരിക്കുന്നത്? കെനിയയില്
റൈസ് ഹസ്കുകളെ ഇവർ ബയോചാറായിട്ട് കൺവേർട്ട് ആക്കി മാറ്റും. അപ്പൊ അത് സോയിലിൽ ഉപയോഗിക്കുന്ന സമയത്ത് സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടും, അതുപോലെ തന്നെ ഫോസ്ഫറസ് കണ്ടന്റ് കൂട്ടുന്നതിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് തായ്ലാന്റിന്റെ കാര്യമാണ്. അപ്പൊ അവിടെ നാഷണൽ കാർബൺ മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ബയോചാർ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് തന്നെ ഫാർമേഴ്സിന് അതുവഴി ഗെയിൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാർബൺ മാർക്കറ്റിലോടുള്ള ആക്സസ് കൂടി അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പറയുന്നത് ബ്രസീലിന്റെ കാര്യമാണ്. ബ്രസീലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോചാർ ഫ്രം ഷുഗർ കെയിൻ ബഗ്രാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈൽഡും വാട്ടർ റിട്ടൻഷനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതിന്റെ പോസിറ്റീവ് സൈഡുകളാണ്. പക്ഷേ പോസിറ്റീവ് സൈഡുകൾ വരുന്ന സമയത്ത് എന്താണ്, നമുക്ക് ചലഞ്ചസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ബയോചാർ ഉപയോഗിക്കുന്നതിന് നമുക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന പോലെ എളുപ്പമൊന്നുമല്ല. അപ്പൊ ഫസ്റ്റത്തെ ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ടെക്നിക്കൽ ചലഞ്ചസ് ആണ്. ടെക്നിക്കൽ ചലഞ്ച് എന്ന് പറയുന്ന സമയത്ത് ബയോചാർ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. അത് കുറവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ നീഡ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, ഇന്ത്യയിൽ കുറവാണ്. അപ്പൊ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ചലഞ്ച് തന്നെയാണ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്കണോമിക് ആണ്. എക്കണോമിക് ചലഞ്ച് ആണ്. എക്കണോമിക് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിന്റെ ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആണ്. അതുപോലെ തന്നെ ഫാർമേഴ്സിന് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ എക്കണോമിക് ചലഞ്ചിൽ വരുന്നത്. ദെൻ മൂന്നാമത് വരുന്നത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ചുകൾ വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ച് എന്ന് പറയുമ്പോൾ വീക്ക് മാർക്കറ്റ് ലിങ്കേജുകളാണ്. അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ പോളിസി സപ്പോർട്ട് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇപ്പൊ ബയോചാറിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ആ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാലാമത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് കാർബൺ മാർക്കറ്റ് ഇഷ്യൂ ആണ്. കാർബൺ മാർക്കറ്റിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് അതെന്ന് പറയുമ്പോൾ നമുക്ക് റോബസ്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് വെരിഫിക്കേഷൻ സിസ്റ്റം ഒക്കെ ബയോചാർ റിലേറ്റഡ് ആവശ്യം ആണ്. കാരണം ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് ഒക്കെയാണ്, നമ്മളത് എൻഷുർ ചെയ്യണം അതിൽ നിന്ന് എൻവയോൺമെന്റിന് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി മാത്രമേ നമുക്ക് ബയോചാർ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്തരം ചലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓവറോൾ എന്താ മനസ്സിലാവും, ബയോചാറിന് എന്താണ്, ക്രോപ്പ് റെസിഡ്യൂസിനെ അല്ലെങ്കിൽ ഓർഗാനിക് വേസ്റ്റിനെ കാർബൺ റിച്ച് ആയിട്ടുള്ള സോയിൽ എൻഹാൻസർ ആക്കി മാറ്റാൻ സാധിക്കും. അത് നമ്മുടെ സ്റ്റബിൾ ബേണിംഗ് പോലെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനും നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുവഴി ഫാർമേഴ്സിന്റെ ഇൻകം കൂട്ടാൻ പറ്റും. ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ഒക്കെ നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് ബയോചാർ റിലേറ്റഡ് പ്രിലിംസിൽ ഒരിക്കൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബയോചാർ ഈസ് എൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി ഇപ്പൊ കൊൽക്കത്തയിൽ വന്നിരുന്നപ്പോൾ അദ്ദേഹം യോഗ ദിനമായിരുന്നു ഇന്നലെ. അതിന്റെ ഭാഗമായിട്ട് യോഗ ചെയ്തൊക്കെ കണ്ടിരുന്നല്ലോ. അത് മാത്രമല്ല, കൊൽക്കത്തയിൽ വെച്ചിട്ട് 3 ഇന്ത്യൻ നേവി വെസൽസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് 3ഉം ഇൻഡിജീനിയസ്ലി ബിൽഡ് ആയിട്ടുള്ള നേവൽ വെസൽസ് ആണ്. അപ്പൊ അതിന്റെ പേരുകൾ എന്ന് പറയുന്നത് INS ദുനഗിരി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ്. രണ്ടാമത്തത് INS സൻശോധക്, ഒരു സർവേ വെസലാണ്. ആൻഡ് INS അഗ്രേ എന്ന് പറയുന്നത് മൂന്നാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. അങ്ങനെ 3 ഷിപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള എക്സ്പ്ലെയിൻ ആണ്. ഈ ഒരു എക്സ്പ്ലെയിനും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സ്യ 900ഉം സമുദ്രയാൻ മിഷനൊക്കെ ചോദിച്ചത് ഇതുപോലെയുള്ള ഒരു എക്സ്പ്ലെയിനിൽ നിന്നാണ് UPSC പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ടെക്നോളജിനെ കുറിച്ചും UPSC ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് 3 ഷിപ്പുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 3 ഷിഫ്റ്റുകൾ ഒന്ന് വരുന്നത് INS ഡുണഗിരി ആണ്. INS ഡുണഗിരി എന്ന് പറഞ്ഞത് ഈ 3 ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഹെവിലി ആർമഡ് ആയിട്ടുള്ള ഷിപ്പാണ് വരുന്നത്. ഇതൊരു ഫ്രിഗേറ്റ് ആണ്, അതായത് മീഡിയം റേഞ്ച് ആയിട്ടുള്ള ഒരു വാർഷിപ്പാണ് ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ഫ്രിഗേറ്റ്സ് ഒരു സ്മോളർ ദാൻ ഡിസ്ട്രോയർ ബട്ട് ലാർജർ ഇനഫ് ടു ഓപ്പറേറ്റ് ഫ്രം ദ കോസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നേവിയുടെ പ്രൊജക്ട് 17A ഭാഗമാണ് INS ഡുണഗിരി എന്ന് പറയുന്നത്. അതായത് ന്യൂ ജനറേഷൻ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊജക്ട് 17A മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡുണഗിരിയിൽ ബ്രഹ്മോസ് വെപ്പൺ ഉണ്ട്. അതായത് സർഫസ് ടു സർഫസ് മിസൈൽ ആയിട്ടുള്ള ബ്രഹ്മോസ് അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സ് ഉണ്ട്, മൾട്ടി ഫങ്ഷണൽ സർവേലൻസ്,
ട്രാക്കിംഗ് ആൻഡ് ഗൈഡൻസ് റഡാർ ഉണ്ട്, മൾട്ടി ഫങ്ഷണൽ സർവൈലൻസ് ട്രാക്ക് ആൻഡ് ഗൈഡൻസ് റഡാർസ്. MF-STAR എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുതിയ റഡാർ സിസ്റ്റം ആണ്, അത് ഇതിനകത്തുണ്ട്. ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ആൻഡ് ആന്റി സബ്മറൈൻ വെപ്പൺസും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറയുന്നത് പുതിയ റഡാർസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയാണ്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാർഷിപ്പുകളാണ്. അതായത് എനിമി ആയിട്ടുള്ള ഷിപ്പുകൾക്ക് ഇതിനെ കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ റഡാർസിനൊക്കെ തെറ്റിച്ച് വിട്ട് അങ്ങനെയൊക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇതിന്റെ സ്ട്രാറ്റജിക് ലെവൽ നോക്കുമ്പോൾ ബ്ലൂ വാട്ടർ എൻവയോൺമെന്റിലൊക്കെ ഇത് വർക്ക് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ് എന്ന് പറയുന്നു. ദെൻ അതർ വെസൽസ് ഇൻ ഈ ഒരു ക്ലാസ്സിൽ വരുന്നതാണ് INS നീലഗിരി, ഹിമഗിരി, താരഗിരി, ഉദയഗിരി ആൻഡ് വിദ്യാനഗിരിയാണ് ഈ ഒരു ക്ലാസ്സിൽ വരുന്ന അതർ ഷിപ്പുകൾ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ രണ്ടാമത്തെ ഷിപ്പാണ് INS സൻശോധക് എന്ന് പറയുന്നത്. ഇതൊരു സർവേ വെസലാണ്. അതായത് നമ്മൾ പെട്രോളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് INS സൻശോധക് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ഓഷ്യൻ മാപ്പിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സീ മാപ്പിംഗ്, ഡെപ്ത് ഓഫ് ദ വാട്ടർ നോക്കും, അതുപോലെ തന്നെ സീബെഡ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുക, അതുപോലെ തന്നെ അപ്രോച്ച് ചാനൽ ടു പോർട്ട്, നാവിഗേഷണൽ റൂട്ട്, ഓഷിയോഗ്രഫിക് ഡാറ്റ, ഇതിനൊക്കെയാണ് ഈ ഒരു ഷിപ്പുകൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഓട്ടോണോമസ് ആയിട്ടുള്ള അണ്ടർ വാട്ടർ വെഹിക്കിൾ സിസ്റ്റം ഒക്കെ ഉണ്ട്. റിമോട്ടലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ആൻഡ് മൾട്ടി ബീം എക്കോ സൗണ്ടേഴ്സ് ഒക്കെ എന്താണ് ഈ പറയുന്ന INS സൻശോധകിന്റെ ഭാഗമായിട്ട് ഉണ്ട്. അപ്പോൾ വാട്ടർ ഡെപ്ത് മെഷർ ചെയ്യുക, സീബെഡ് ഫീച്ചേഴ്സ് ഒക്കെ മാപ്പ് ചെയ്യുക, നാവിഗേഷൻ റൂട്ടൊക്കെ ചാർട്ട് ചെയ്യുക, ഓഷ്യാനിക് ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഓഷ്യൻ കറണ്ടുകൾ നോക്കാൻ, നമ്മുടെ റീഫുകൾ, കോറൽ റീഫുകൾ, അണ്ടർ വാട്ടർ സ്ലോപ്പുകൾ, ഹാർബർ അപ്രോച്ചുകളൊക്കെ നോക്കാനായിട്ട് നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കോസ്റ്റൽ ഡെവലപ്മെന്റ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ, സയന്റിഫിക് റിസർച്ചിലൊക്കെ ഈ ഒരു ഷിപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് തേർഡ് വരുന്നത് എന്ന് പറയുന്നത് INS അഗ്രേ ആണ്. INS അഗ്രേ എന്ന് പറയുന്ന ഒരു സബ്മറൈൻ ഹണ്ടർ ആണ്. അതായത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്, ഷോർട്ട് ഫോം ആയിട്ട് ASWSWC എന്ന് പറയും. അതാണ് INS അഗ്രേ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റി ഉണ്ട്, നമ്മുടെ കോസ്റ്റ് ലൈൻ, പോർട്ട്, നേവൽ ബേസ്, ഷിപ്പ് ലൈൻസിലൊക്കെ വരുന്ന എനിമി സബ്മറൈൻസിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു നേവൽ ഷിപ്പാണ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് INS അഗ്രേ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടോർപിഡോസ് ഉണ്ട്, ഇൻഡിജിനസ് ആന്റി സബ്മറൈൻ റോക്കറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്, സോണാർ സിസ്റ്റംസ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ നീഡ് എന്താണ്? നമ്മുടെ കോസ്റ്റൽ വാട്ടർ നോക്കുന്ന സമയത്ത് ഭയങ്കര കോംപ്ലക്സ് ആണ്, ഫിഷിംഗ് ബോട്ടുകൾ ഉണ്ട്, വളരെ നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇറഗുലർ സീഗ്ലഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെയൊക്കെ സബ്മറൈൻസ് ഒക്കെ ഹൈഡ് ചെയ്യും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള എനിമി ഇവരെ ഡിറ്റക്ട് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ആവശ്യം ആണ്. അപ്പൊ അങ്ങനെ 3 ഷിപ്പുകളാണ് INS ഷിപ്പുകൾ നമ്മൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് പ്രിപ്പയർ ടു നോട്ടിഫൈ വെസ്റ്റേൺ ഗഡ്സിന് എന്താണ് എക്കോ സെൻസിറ്റീവ് ഏരിയ ഇൻ 3 സ്റ്റേറ്റിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോവാണ്, അതായത് നോട്ടിഫൈ ചെയ്യാൻ പോവാണ്. 3 സ്റ്റേറ്റിൽ എന്താണ് എക്കോ സെൻസിറ്റീവ് ആണ് എന്നുള്ളത്, അതായത് അറ്റ്ലീസ്റ്റ് 3 സ്റ്റേറ്റ്സിൽ എന്താണ് എക്കോ സെൻസിറ്റീവ് ആണ് വെസ്റ്റേൺ ഗഡ്സ് എന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മളൊരു 12 വർഷത്തോളം ആയി നമ്മൾ ഈ ഒരു റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട്, അപ്പൊ ഫൈനലി ഇപ്പോഴാണ് ആ ഒരു എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് വെസ്റ്റേൺ ഗഡ്സിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട്, നോട്ടിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. അറൌണ്ട് 56,825 5,600 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ദ ലാൻഡ് 6 സ്റ്റേറ്റിലായിട്ടാണ് ഈ ഒരു വെസ്റ്റേൺ ഗട്ട് കിടക്കുന്നത്. അപ്പോൾ അത്രയും ഏരിയയോളമാണ് എക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മെയിൻലി മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ ഈ 3 സ്റ്റേറ്റിലുമാണ് എക്കോ സെൻസിറ്റീവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. കേരള, കർണാടക, തമിഴ്നാടു ആയിട്ടുള്ള ഡിസ്കഷൻ ഓൺഗോയിങ് ആണ്. ബാക്കി 3 സ്റ്റേറ്റിലും മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവയിൽ എക്കോ സെൻസിറ്റീവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പൊ എന്താണ് ഈ എക്കോ സെൻസിറ്റീവ് ഏരിയ? എക്കോ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള റീജിയൻസിനെയാണ് നമ്മൾ എക്കോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത്.
അവിടെ എക്കോ സെൻസിറ്റീവ് ആയിട്ട് ഇടുന്ന സമയത്ത് അവിടുത്തെ പ്രൊട്ടക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ആ ഒരു റീജിയൻസിൽ ഭയങ്കര ബയോഡൈവേഴ്സിറ്റി റിച്ച് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുക ടു പ്രിവെന്റ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ആണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ബേസിസ് ഇത് വരുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് APA 1986 അണ്ടറിലാണ് നമ്മളിങ്ങനെ ഒരു എക്കോളജിക്കൽ ഫ്രജൈൽ ആയിട്ടുള്ള റീജിയൻ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ എക്കോ സെൻസിറ്റീവ് ഏരിയാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്തിനാണ്? പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി, കൺസർവ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, പ്രിവെന്റ് എക്കോളജിക്കൽ ഡാമേജ്, പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ വെസ്റ്റേൺ ഗട്ട്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആകുന്നത്? വൺ ഓഫ് ദ 8 ഹോട്ടസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ഒന്നാണ്. 8 ഹോട്ടസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ഒന്നാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള പെനിൻസുലാർ റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ്. അതുപോലെ തന്നെ തൗസൻഡ്സ് ഓഫ് എൻഡമിക് സ്പീഷീസിന്റെ ഹൗസ് കൂടിയാണ്, പ്ലാന്റ്സ് ആൻഡ് അനിമൽസിന്റെ ഹൗസ് കൂടിയാണ്, ഹോം കൂടിയാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വാട്ടർ സെക്യൂരിറ്റി, ക്ലൈമറ്റ് റെഗുലേഷനിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിനെ നോക്കുന്ന സമയത്ത് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒന്നെന്താണ്? ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി വന്നിരുന്നത് 2011 ഗാഡ്ഗിൽ വന്നത് 2011 അപ്പൊ അത് സ്ട്രോങ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും ലാർജ് പോർഷൻ എന്താണ് വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പല സ്റ്റേറ്റുകളും അതിനെ എതിർത്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് വരുന്നതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത് 2013 വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അവിടെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 37% ഓഫ് വെസ്റ്റേൺ ഗട്ട്സിന് എന്താണ് എക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്കോ സെൻസിറ്റീവ് ഏരിയ ഡിക്ലറേഷൻ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു റീജിയൻ മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്തില് ESA ആയിട്ട് പറയുന്ന ഏരിയാസിൽ പുതിയ തരത്തിലുള്ള മൈനിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോറിയിങ് പ്രൊജക്റ്റ് ഒന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റുകൾ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള റെഡ് കാറ്റഗറി ഇൻഡസ്ട്രീസ് അവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. ലാർജ് കൺസ്ട്രക്ഷൻ ആണ് ടൗൺഷിപ്പ് പ്രൊജക്റ്റുകളൊന്നും തന്നെ ഈ ഒരു ESA ഏരിയയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താ? അഗ്രികൾച്ചർ ചെയ്യാം, പ്ലാന്റേഷൻ, എക്കോ ടൂറിസം, സസ്റ്റൈനബിൾ ലോക്കൽ ലൈവ്ലിഹുഡ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നതിന് പ്രശ്നം ഇല്ല എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ കേരള, കർണാടക, തമിഴ്നാടൊക്കെ കുറെ കൺസേൺസ് പറയുന്നുണ്ട്. കേരളയുടെ കൺസേൺ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സിലാണ് കേരളത്തിലെ ലാർജ് പോപ്പുലേഷൻ വരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ എക്കോ സെൻസിറ്റീവ് ആവുന്ന സമയത്ത് ആളുകളുടെ ഫാമിംഗ്, കൺസ്ട്രക്ഷൻ റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ ഇവരെങ്ങനെ ജീവിക്കും? അവരുടെ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് വരുന്നുണ്ട്. കൺസേൺസ് ഓവർ ലൈവ്ലിഹുഡ് ഇമ്പാക്റ്റുകളാണ്. അതാണ് കേരളയുടെ കൺസേൺ. കർണാടകയുടെ കൺസേൺ എന്ന് പറയുന്നത് ESA ബൗണ്ടറീസ് എങ്ങനെയാ വരുന്നത്, അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ റീകൺസിഡറേഷൻ ഓഫ് അഫക്റ്റഡ് ഏരിയാസ് കാര്യങ്ങൾ വരുന്നു. ഒരു ഡെവലപ്മെന്റ് വേഴ്സസ് കൺസർവേഷൻ ഡിബേറ്റ് ആണ് ഇവിടെ വരുന്നത്. പക്ഷെ നമുക്കൊരു ബാലൻസിങ് അപ്രോച്ച് എന്താണ് ആവശ്യം ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ അടുത്ത് ഫ്രാൻസ്, സ്ലോവേക്കിയ ഒക്കെ വിസിറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം പോയ സമയത്ത് നമ്മൾ അവിടുത്തെ പ്രസിഡൻസിനും PMസിനും അവരുടെ സ്പൗസിനൊക്കെ കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുപോയി. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഹെറിറ്റേജ് കാണിക്കുന്ന രീതിയിലായിട്ടുള്ള ട്രഡീഷണൽ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റുകളായിരുന്നു. അതായത് ഹാൻഡിക്രാഫ്റ്റുകൾ, ടെക്സ്റ്റൈൽസ്, ആയുർവേദ പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ റീജിയണൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഗിഫ്റ്റ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൾച്ചറൽ ഹെറിറ്റേജ്, ക്രാഫ്റ്റ്മാൻഷിപ്പ്, ട്രഡീഷണൽ നോളജ് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റി ഒക്കെ കാണിക്കുന്ന ഗിഫ്റ്റുകളായിരുന്നു. അപ്പൊ ആ ഓരോ ഗിഫ്റ്റുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് കലംകാരി പെയിന്റിംഗ് ആണ്. കലംകാരി മഹാഭാരത പെയിന്റിംഗ് ആണ് അദ്ദേഹം കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ കലംകാരി എന്ന് പറയുന്നത് കലംകാരി മഹാഭാരത പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണ് കൊടുത്ത ഗിഫ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലംകാരി പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു പെയിന്റിംഗ് ആണ്. ഡ്രസ്സിൽ നടക്കുന്ന പെയിന്റിംഗ് ആണ് കലംകാരി പെയിന്റിംഗ് എന്ന് പറയുന്നത്. കലംകാരി പെയിന്റിംഗ് ട്രഡീഷണൽ ഹാൻഡ് പ്രിന്റഡ് ടെക്സ്റ്റൈൽ ആർട്ട് ഓഫ് ആന്ധ്രാപ്രദേശ് ആണ്. അല്ലാതെ നാച്ചുറൽ ഡൈസ് ആണ് ഉപയോഗിക്കുന്നത്. പേന വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. പെൻ ഡ്രോയിങ് ടെക്നിക്കാണ്. കലം മീൻസ് പെന്നെയാണ് ഹിന്ദിയിൽ പറയുന്നത്. ആ പെൻ വെച്ചിട്ട് ഡ്രോ ചെയ്യുന്ന ടെക്സ്റ്റൈൽ ടെക്നിക്കാണ്
കലംകാരി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് മഹാഭാരത രാമായണയിലെ സ്റ്റോറീസും സീനുകളൊക്കെയാണ് മെയിൻലി ഇവര് പെയിന്റ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതപ്പോ ഇതിനകത്ത് ഇന്ത്യയുടെ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ, അതുപോലെ തന്നെ സെഞ്ചുറീസ് ഓൾഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സിൽക്ക് കാര്യങ്ങളുടെ ഡെമോൺസ്ട്രേറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. ദെൻ രണ്ടാമത് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് പോച്ചാംപുള്ളി സിൽക്കാണ്. പോച്ചാംപുള്ളി സിൽക്ക് സ്റ്റോൾ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ മാക്രോണിന്റെ സ്പൗസിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോച്ചാംപുള്ളി എന്ന് പറയുന്നത് നമ്മുടെ തെലങ്കാനയുടെ ഹാൻഡ് വൂവൺ ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ആണ് പോച്ചാംപുള്ളി എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്റ്റോൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇക്കത്ത് റെസിസ്റ്റ് ഡൈയിങ് ടെക്നിക്കാണ്. അപ്പോൾ അത് ഫേമസ് ആയിട്ടുള്ള ഇഗത്ത് റെസിസ്റ്റിംഗ് ഡൈയിങ് ടെക്നിക്കാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റൈൽസിൽ വരുന്നത്. ആൻഡ് ജോമെട്രിക് ആൻഡ് ഫ്ലോറൽ പാറ്റേൺസ് ആണ് മെയിൻലി അതിനകത്ത് ഉപയോഗിക്കുന്നതായിട്ട് വരുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു GA ടാഗ്ഡ് പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന പോച്ചാംപുള്ളി സിൽക്ക് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് സ്ലോവാക് പ്രൈം മിനിസ്റ്റർ റോബർട്ട് ഫിസ്കോന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി സിൽക്കിന്റെ ഒരു കാർപ്പറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ നെയ്തെടുക്കുന്ന കൈ വെച്ചിട്ട് നെയ്തെടുക്കുന്ന ഹാൻഡ് നോട്ടഡ് ആയിട്ടുള്ള സിൽക്ക് കാർപ്പറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രം കാശ്മീർ. അപ്പോൾ അതെന്ന് പറഞ്ഞത് മെയ്ഡ് ഫ്രം ഹൈ ക്വാളിറ്റി നാച്ചുറൽ സിൽക്ക് ആൻഡ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഇൻട്രിക്കേറ്റ് ഫ്ലോറൽ പേസ്ലി വൈൻ ആൻഡ് മെഡാലിയസ് ഡിസൈൻസ് ഇൻസ്പയർഡ് ബൈ ലോക്കൽ ആർട്ടിക്സ് ട്രഡീഷൻ ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി ആണ് ഇതിനകത്ത് വരുന്നത്. ദെൻ നാലാമത്തെന്ന് പറയുന്നത് ഡോക്ര മെറ്റൽ ആണ്. ബ്രാസ് ഡോക്ര ആൻഡലോപ്പ് സെറ്റ് കൊടുത്തിട്ടുണ്ട് നാലാമത് കൊടുത്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് അത് സ്ലോവാക്യൻ പ്രസിഡന്റ് പെറ്റർ പെലിഗ്രിനിക്കും കൊടുത്ത ഗിഫ്റ്റ് ആണ് ബ്രാസ് ഡോക്ര ആൻഡലോപ്പ് എന്ന് പറയുന്നത്. ഡോക്ര ആർട്ട് എന്ന് പറയുന്നത് ആൻഷ്യന്റ് ആയിട്ടുള്ള ലോക്സ് വാക്സ് മെറ്റൽ കാസ്റ്റിംഗ് ട്രഡീഷൻ ആണ് വരുന്നത്. ഇത് ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ആ ഒരു റീജിയണിലുള്ള ട്രഡീഷണൽ കമ്മ്യൂണിറ്റി ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു സിംബലിസം ആൻഡലോപ്പ് ആണല്ലോ. ആൻഡലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എജിലിറ്റി, ഹാർമണി ആൻഡ് റെസൈലൻസ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹൈലൈറ്റ്സ് ട്രൈബൽ ആർട്ടിസ്റ്റിക് ഹെറിറ്റേജും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ അഞ്ചാമത് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് തെവ മോട്ടിഫ് കഫ്ലിങ്സ് ആണ്. അത് രാജസ്ഥാനിൽ നിന്ന് വരുന്നതാണ് തെഫ മോട്ടിക് കഫ്ലിങ്സ് എന്ന് പറയുന്നത്. ഇത് അഞ്ചാമത്തെ ആണ്. അതെന്ന് പറയുന്നത് രാജസ്ഥാനിന്റെ ഒരു ജ്വല്ലറി ക്രാഫ്റ്റ് ട്രഡീഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രതാപ്ഗർ രാജസ്ഥാനിലെ ട്രഡീഷണൽ ജ്വല്ലറി ക്രാഫ്റ്റ് ആണ് തെവ മോട്ടിഫ് കഫ്ലിങ്സ് എന്ന് പറയുന്നത്. ഇത് ഗോൾഡ് ഡിസൈൻസ് ഫ്യൂസ്ഡ് ഓൺ ടു കളേർഡ് ഗ്ലാസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യന്റെ മെറ്റൽ ഗ്ലാസ് ആർട്ടിസ്ട്രി, രാജസ്ഥാന്റെ റോയൽ ക്രാഫ്റ്റ് ട്രഡീഷൻസ് ഒക്കെ കാണിക്കുന്നതാണ് ഇത് എന്ന് പറയുന്നത്. ദെൻ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ആയുർവേദിക്, അതായത് നമ്മുടെ ചരക സംഹിത അതുപോലെ തന്നെ സുശ്രുത സംഹിതന്റെ ഒക്കെ കോപ്പി തെക്വ സ്ലോവാക്യൻ സ്പീക്കറിന് കൊടുത്തിരുന്നു. അതായത് ചരക സംഹിത, സുശ്രുത സംഹിത. ചരക സംഹിത ചരകൻ എഴുതിയതാണ്. സുശ്രുത സംഹിത എന്ന് പറയുന്നത് സുശ്രുതൻ എഴുതിയതാണ്. ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ മെഡിസിനൽ എക്സ്പേർട്ട് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ചരക സംഹിതയിലാണ് ഇന്ത്യയുടെ റിച്ച് സയന്റിഫിക് ആൻഡ് ഇന്റലക്ച്വൽ ഹെറിറ്റേജിനെ കുറിച്ച് പറയുന്നത്. ദെൻ തെക്വ എന്ന് പറഞ്ഞാൽ ബീഹാറിലുള്ള ട്രഡീഷണൽ സ്നാക്ക് ആണ് തെക്വ എന്ന് പറയുന്നത്. അതും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നഗൗരി അശ്വഗന്ധ കൊടുത്തിട്ടുണ്ട്. നഗൗരി അശ്വഗന്ധ എന്ന് പറയുന്നത് രാജസ്ഥാനിലെയാണ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിനൽ ഹെർബ് ആണ് ആയുർവേദയിൽ വരുന്നത്. അപ്പൊ ഇത് രസായന ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് രസായനമാണ്, അതായത് റെജിനുവേറ്റിംഗ് ആയിട്ടുള്ള ഹെർബ് ആണ്. അപ്പൊ നഗൗരി അശ്വഗന്ധ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ളത് ലക്കദോങ് ടർമറിക്, മേഘാലയയിലാണ് ലക്കദോങ് ടർമറിക് എന്ന് പറയുന്നത്. ഫേമസ് ഫോർ ഹൈ കർക്യുമിൻ കോണ്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രീമിയം ജിയോ ടാഗ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന നഗൗരി അശ്വഗന്ധ. ലക്ദോങ് ടർമറിക് ആണ് പ്രീമിയം ജിയോ ടാഗ്ഡ് ആയിട്ട് വരുന്നത്. നഗൗരി അശ്വഗന്ധ ഉണ്ട്. അതുപോലെ തന്നെ റൊമ്പൻ ഹണി കൊടുത്തിട്ടുണ്ട്. റൊമ്പൻ ഹണി എന്ന് പറയുന്നത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. ചെനാബ് വാലി ആൻഡ് ബനാറസി സിൽക്ക് സ്റ്റോളുകളും എന്താണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് പ്രൈം മിനിസ്റ്റർ ഈ പോയ പോക്കിൽ നമ്മുടെ ഓരോ ആളുകൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കണം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 ന്യൂസ് ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ആൻഡ് ഫൈനലി നമുക്ക് ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം.
അതായത് ഫസ്റ്റ് നമ്മൾ നോക്കിയത് ജസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ എപ്പോഴും എന്താണ് DNA ടെസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അത് അത്ര അത്യാവശ്യമാവുന്ന സിറ്റുവേഷനിൽ മാത്രം ചെയ്യാന്നുള്ളതാണ് കോർട്ട് ഓർഡർ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ബയോചാറിനെ കുറിച്ചുള്ള ഒരു സയൻസ് ആർട്ടിക്കിൾ ആണ് നോക്കിയത്. അപ്പൊ അതിനകത്ത് ബയോചാറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ബയോചാർ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. പിന്നെ ഇന്ത്യൻ നേവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 3 INS ഷിപ്പുകളെ കുറിച്ച് നമ്മൾ നോക്കി, അതും എന്തെല്ലാമാണ് നോക്കി. പിന്നെന്താണ് വെസ്റ്റേൺ ഗഡ്സിന്റെ 3 സ്റ്റേറ്റിൽ നമ്മൾ എക്കോ സെൻസിറ്റീവ് റീജിയൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോവാണ്, നോട്ടിഫിക്കേഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനെക്കുറിച്ച് നോക്കി. ആൻഡ് ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഈ പറയുന്ന ഫ്രാൻസ് ആൻഡ് സ്ലോവേക്കിയ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ പ്രസിഡന്റ്സിനും പ്രൈം മിനിസ്റ്റേഴ്സിനും കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളെ കുറിച്ച് നോക്കി. അത് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ബാക്കി ന്യൂസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.